ആരായിട്ട് ഇവന്റെ കല്യാണം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ കല്യാണത്തിന്. അതെ കുട്ടി ഒന്ന് സംസാരിക്കണമായിരുന്നു പേഴ്സണലായിട്ട് കുറച്ചു നേരം. അവിടെ കെട്ടാച്ചരക്കാട്ട് എന്റെ അണ്ണൻ നിപ്പുണ്ട് വാസുണ്ണൻ. അല്ല നമ്മളൊക്കെ ഇവിടെ കെട്ടാച്ചരക്കാട്ട് നമ്മളിവിടെ ഷർവാണി ടർവാണി. എടാ എനിക്ക് മനസ്സിലല്ല ജുഗുറു കല്യാണമാണോടാ അതിന്റെ? ആരായിട്ട്? അല്ല ആരായിട്ടാണ് ഇത് കല്യാണം? ആരൊക്കെ തമ്മിലെന്ന്? കെല്ലി ആര്? ശരിക്കും പറഞ്ഞാണോ കല്യാണം ഒന്ന്? ഓ അതല്ലേ പറഞ്ഞ നമ്മളാരും വിളിച്ചില്ലല്ലോ. പിന്നെ നമ്മള് ഊമ്പാനാണ് ഇനി പറഞ്ഞത് കുണ്ണേ. നിന്റെ കുടുംബജീവിതം തൊലഞ്ഞു പോടാ ജുഗ്രു. അല്ല നമ്മൾ ഇല എടുക്കാനാ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചപ്പോ ജുഗ്രുവിന്റെ മോബിനെയും കല്യാണം എന്നാണ് പറഞ്ഞത്. നമ്മളൊരു തമാശക്ക് എന്തിനാ പറയുമായിരിക്കും ഒന്ന്. കല്യാണം കഴിഞ്ഞ ചന്ദ്ര വലിയ പറയുന്നുണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാണ്. ആ വേണ്ട 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 കേറി 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 കേറി. ഇതാരാണ്? നമ്മളെ അറിയിക്കാതെ പണ്ട് ഇതേപോലെ ഒരാള് കല്യാണം അല്ല അല്ല പോസ്റ്റലോടാ പോസ്റ്റലോടാ ഇത് പോസ്റ്റലോടാ. ഇവന്റെ കല്യാണം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ കല്യാണം. 3013 ഞാൻ പിന്നെ എന്തോ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞിരുന്നേ. അല്ല അത് അവന്മാര് തമ്മിൽ എന്തോ ഫണ്ണായിട്ട് തമാശ രീതി പറയുന്ന മൂവിയുടെ അവന്റെ കല്യാണം നമ്മൾ അങ്ങനെ കല്യാണത്തോളൂ നമ്മളിടയ്ക്ക് ബോബോയുടെ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? 3013 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലട്ടോ അല്ലേ? ഓ സാൻഡി പലട്ടോ ആയിരിക്കും. നിന്നെ കൂപ്പിടി വെക്കാം. നിന്റെ കയ്യിലുള്ള ആ ഗോൾഡ് എടുത്തിട്ട് കൂപ്പിടി വെക്കാം. നീ പോണ്ട നീ പോണ്ട. നീ എവിടെ പോണ്? അവിടെ ഇരി. ധൃതി എന്തിര്? വണ്ടിക്കത്തിരി അടങ്ങി. ഏത് ഗ്യാങ് ഡ്രസ് ഇട്ടേക്കണേ? ഇത് ഗ്യാങ് ഡ്രസ് ഇല്ല, 70 കസ്റ്റംസ്. ഓ വണ്ടി കണ്ണി കണ്ട ഏതോ ഡ്രസ് ഇട്ടിട്ട് വന്നതാണ്. நான் இப்ப வர்க்ல இருக்க மாதிரி கணக்கு ரேடியோல ஜாயின் ஆயிட்டேன். ഓ ഞാനേ ഷിഫ്റ്റ് ഒക്കെ ഞെക്കി പിടിക്കണട്ടാ സ്പീഡ് കൂടാൻ വേണ്ടിട്ട്. പബ്ജി കണക്ക് അമക്കി വെച്ചിരിക്കണോ? ഞാൻ ഇടയ്ക്ക് പ്രസ് ചെയ്യാറുണ്ട് ഇപ്പൊ. നമ്മളങ്ങനെ ചെയ്തു തോന്നിയാ എന്ത് പറയാനാ. അതേപോലെ ഇത് ഇവിടെ നമുക്ക് വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ W അല്ലെങ്കിൽ മറ്റേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുമല്ലോ. ഇവിടെ പോയിട്ട് വണ്ടി ഞാൻ നേരെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. തിരിയത്തില്ല പോട്ടാറ്. ചർച്ച ഇവിടെ അല്ലേ? ചർച്ച ഇവിടെ അല്ലേ? ഇവിടെ നമ്മളൊക്കെ ഒരു പോയി കാണട്ടെ. എന്നാലും നമ്മളാരും അറിയിക്കാതെ കുടുംബത്തിൽ അറിയിക്കാതെ സമ്മതം ഇത് സമ്മതമാണെന്ന് വെച്ചാൽ സമ്മതമാണെന്ന് പറയാൻ ആള് വേണ്ടേ? 70 കസ്റ്റംസ് പോയിട്ടല്ലെന്ന് പറയാനാ. അല്ല ഇത് പറയണ്ടേ പിന്നെ ചന്ദ്രു? ഇത്രയും ആൾക്കാരെ കല്യാണം നടന്ന് പക്ഷെ അതൊന്നും നമ്മൾ അറിയാതായിരുന്നു നടന്നത്. പക്ഷെ ഇതിപ്പം കൺമുമ്പ് വെച്ച് സമ്മതമാണെന്ന് ചോദിക്കുമ്പോ ഇത് ടിവിയിൽ ആദ്യത്തെ കല്യാണമാണല്ലോ. ഇത് അറിഞ്ഞ എല്ലാരും ചോദിക്കണല്ലോ. ഇത് വെയിറ്റ് ചെയ്യ് അടങ്ങി നിന്ന്. ആര് പാട്ട് മാറ്റണേ? ചന്ദ്രു அது ஆஃப் பண்ணி வைக்க மாட்டியா மியூசிக்ல? ஐயே അയ്യത് പറഞ്ഞ ഇതേപോലെ റേഡിയോ കേട്ടോ ഓപ്പിക്കുന്നെ അവിടെ ഇരിക്കുന്നെ. സൈറോ മാഡം റിപ്പോർട്ടിംഗ് റേഡിയോ. ഇത് കള്ളപ്പണി എന്തിനു? കള്ളപടി കള്ളപ്പണി. മെക്കാനിക് ശമ്പളം എത്ര കിട്ടും മെക്കാനിക്കിന്ന്?
ஒரு இளவும் கொடுக்கல இது வரைக்கும். எக்ஸ்பீரியன்ஸ்னு ரோல் தான் கொடுத்துருக்கானுங்க. എന്തോ പോയത് ரதம். അതേത് ഗ്യാങ് വണ്ടിയാണേ. തിരിച്ചേ വണ്ടി തിരിച്ചേ അവന്മാര് போயிட்டாங்க. എന്റെ തിരിച്ചെന്തിട്ട് ഇവിടെ അടിച്ചു ഉറക്കും. അവര് അടിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയാണ്. ഇപ്പൊ തന്നെ അല്ല നമ്മളെ അടിക്കാനുള്ള ഭാഗത്തേക്ക് പിന്നെ ആ പീടി ഒന്നുമില്ലല്ലേ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അമ്മാരെന്തോ ഉണ്ടല്ലേ. ഇത് കൊള്ളാം ചന്ദ്രു. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ ഇതുവരെ. മ്യൂസിയോ എന്തോ നടക്കണേ. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോടാ. അവന്മാര് പിങ് ഇടുന്നോണ്ട് അവിടെ ലെഫ്റ്റിൽ എന്തോ ആണ്. അതാ ഫ്രണ്ടില് ലെഫ്റ്റില് കടൽത്തീരത്ത് ചന്ദ്രു. ലെഫ്റ്റ് ചന്ദ്രു വേറെ ഗ്യാങ്ങോട്ട് എന്തോ എവിടെ ഇത് എവിടെ റൈറ്റ് സൈഡ് ബീച്ച് സൈഡ് റൈറ്റ് പെണ്ണ് കാണിക്കുന്നു. ഈ പയ്യൻ തോ പോണ്. குட்டி பையனாங்க. കേറ്. ഇതാരി എവിടെ ജുഗ്രു എവിടെ? അപ്പൊ പിന്നെ വേറെ പയ്യനെ വെച്ചാ ചോദിച്ചിട്ടാ എന്തിരിത്? ഇത് ഏതാ പെണ്ണ് തോന്നിക്കുന്ന അതാണ് പെണ്ണ്. ഓക്കെ ഇപ്പൊ ഇതാരാണ്? ആടാ കുട്ടിയുടെ ബ്രദറാണോ? എന്താ ബ്രോ? അതെ അതെ കുട്ടി ഒന്ന് സംസാരിക്കണമായിരുന്നു പേഴ്സണലായിട്ട് കുറച്ച് നേരം. പേഴ്സണലായിട്ട് നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു കുട്ടി. പ്ലീസ് കം വിത്ത് മീ. എന്തിനാ മുകളിലോട്ടിരിക്കാൻ എന്തിനാ നമുക്ക്? ആ വലിയ പരിപാടിയായിരുന്നല്ലേ ഇവിടെ? ആ കുട്ടി നമുക്ക് അവിടെ കസേരയിട്ട് സംസാരിക്കാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കണ്ടേ. കുട്ടി ആക്ച്വലി എനിക്ക് പറയണായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവനത് അല്ല കുട്ടി ഞാൻ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനത് എന്ത് റേഡിയോ ഡിസ്കണ്ട് അടിച്ചോട്ടെ. ഇവനത് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കല്യാണം ഇങ്ങനെ ഇതാക്കണെന്നുള്ള കാര്യം അറിയത്തില്ല. ഒന്നാമത്തെ നമ്മുടെ താഴെടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല കല്യാണമാണെന്ന്. ഈ ജുഗ്രു അവനെ വിളിയടാ നിങ്ങളുടെ തീരുമാനം വേണ്ടേ? അല്ല ഒരു സെക്കൻഡ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞങ്ങള് പറഞ്ഞ നിങ്ങളെ കല്യാണം. ഞാൻ കാര്യം പറയട്ടെ കുട്ടി, ഞാനൊക്കെ ഉണ്ടല്ല പുര നിറഞ്ഞ് വീട് നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവനുണ്ടല്ലോ എൻ്റെ ഏറ്റവും താഴെയുള്ളവനെ ഇവനൊക്കെ കെട്ടണ എങ്ങനെ കാണും ഇരിക്കുമ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. ഈ ഗ്ലാസ് ഊരി കഴിഞ്ഞ നിന്റെ നിറ കണ്ണായിരിക്കും കുട്ടി കാണണേ. അവിടെ കെട്ടാച്ചരക്കായിട്ട് എന്റെ അണ്ണൻ നിപ്പുണ്ട് വാസുകൊണ്ടൻ. ഇത് നമ്മളെയൊക്കെ കല്യാണം തീരുമാനിക്കണ നമ്മുടെ ഗോഡ് ഫാദർ ആണ് അണ്ണു. അതിന് അണ്ണു ഇവിടെ പൊള്ളാച്ചി പോയിക്കാണ് സ്വാമിയെ കാണാൻ വേണ്ടിട്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. കുട്ടിക്ക് ഇതിന് പങ്കൊന്നുമില്ലല്ലോ. എനിക്കിതിലൊരു പങ്കുമില്ല. എന്നോട് ഇഷ്ടമാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 100% സമ്മതമാണ് അവനെ കല്യാണം. അല്ല കുട്ടിക്ക് ഇഷ്ടം തന്നെയല്ലേ, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവനില്ലാണ്ട് പറ്റൂല. ഒരു മിനിറ്റ് റേഡിയോയിൽ ഒന്ന് കയറട്ടെ ഒരു സെക്കൻഡ്. ഇവിടെ നമ്മളറിയാതെ ഹലോ ഗ്യാങ് കോൾ ലീഡർ എന്തേലും പ്രശ്നം ഉണ്ടോ? എന്തേലും ചന്ദ്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജുഗ്രുവിനെ കാണാനില്ല. പയ്യന് ചെറുതായിട്ട് ബോധം പോയി. ഇപ്പൊ MG3 ആയിട്ട് വള്ളി പിടിക്കണമെന്ന് പറഞ്ഞ് നടക്കുവാണ്. അതെ നമ്മുടെ ഗ്യാങ്ങിലെ പുതിയ കോൾ ലീഡർ സ്നൈപ്പ് ഒന്ന് ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം ചോദിക്കാനാ. ഇങ്ങോട്ട് 3015 ഒന്നാണേ. കല്യാണം തീരുമാനിക്കാൻ ഇവനൊന്നും നിക്കറി വീഴാതെ പെടുക്കാൻ അറിയില്ല എന്റെ കൊച്ച. ഇപ്പോഴും സത്യം പറയുക.
എടാ ചെറുവാണിട്ട ആഹാ ഓ ഇതാരിത് ചന്ദ്ര എന്നോട് ഇവന്റെ ഇട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എനിക്ക് ഒരു പരിപാടി അറിയത്തില്ല. ജുഗുറിന്റെ അച്ഛനാ നീ സ്നൈപ്പേ? ചന്ദ്ര ഞങ്ങൾ ഇത്തിരി ഗ്യാങ് ഫണ്ടിന് കുറച്ച് നമ്മളൊക്കെ ഇവിടെ കെട്ടാ ചെറുക്കാട്ടു ഇവിടെ ബാലന്റെ പ്ലാനല്ല. ചന്ദ്ര ഒരു പ്ലാൻ ചന്ദ്ര കൈവിട്ട് പോയതാണ്. ഒരു സത്യം പറഞ്ഞ ഒരു ബിസിനസ് ഡീലായിരുന്നു. അപ്പൊ ഷർവാണിക്കെട്ട് നിക്കണുണ്ടാവൻ. ഷർവാണിട്ട് അർവാണി. അതല്ല വേറൊരു സംശയം. ചന്ദ്രൻ എന്താ അല്ല ചന്ദ്രൻ ഞാൻ സാബ്ഗുരിന്റെ അടിയത്തെ സാബ്ഗുരിന്റെ മറ്റേ ഇനാഗ്രേഷന് പോവാണ്. ചന്ദ്ര ഇപ്പൊ എന്ത് ചെയ്യണം ചന്ദ്ര? സംഭവം കല്യാണം സമ്മതിക്കില്ല. അന്ന് വന്നിട്ട് കൊന്നറിയ എല്ലാത്തിനെ. അല്ല എന്ത് നമ്മൾ ഉത്തരം പറയും? ഉത്തരം ഒന്നും പറയണ്ട. കൊച്ചിനെ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ജുഗുറിന്റെ അടുത്ത് പറയാ ആദ്യം നിക്കറി വീഴാതെ പെടുക്കാൻ പറ അവന്റെ അടുത്ത്. എന്റെ കല്യാണം നടത്തി കൊടുക്കാൻ കൊറേ എണ്ണം. അപരാധി വാസണ്ണത് അറിഞ്ഞാണ്ടല്ലേ കെട്ടാ ചരക്കാണ്ടിരിക്കാണ്. പിന്നെ ഞാനൊക്കെ ഇവിടെ മൂത്ത് നരച്ചു ഇവിടെ ഞാൻ. അതെ ആ താലിമല നൂരി കഴിഞ്ഞു. അതെ അതെ ഇതെന്താണ് സംഭവം? അതെ ആ താലിമല ഒന്ന് ഒരു തരാമായിരുന്നു. സോറി ജുഗുറ് പോസ്റ്റ് വരുന്നു. അങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഇപ്പൊ വേറെ ചെറുക്കനെ കണ്ടുപിടിച്ചത്. അപ്പൊ ജുഗുറു വന്നിട്ട് കല്യാണം നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറ്റേ വരന് ഇപ്പൊ ബോധമില്ലാതെ നടക്കുന്നുണ്ട്. എന്നിട്ട് വധു മൈൻഡ് പോലും ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അത് വന്നേക്കാളും മോശമല്ലേ? നമുക്കറിയത്തില്ല. വിളിച്ചു നോക്കണം. കുട്ടി പുതിയ പയ്യനെ കിട്ടി കേട്ടാ. പുതിയ പയ്യനാ? അല്ല കുട്ടികളെ കുറച്ച് ജുഗുറിലാണ്ട് വേറെ കെട്ടാൻ പറ്റുന്ന ഒരു ജീവിതം. ഇപ്പൊ ഏതായാലും ഒരു കൊച്ചു മതി. എനിക്ക് എന്റെ ജുഗുറു മതി. അല്ല അങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നമ്മളെല്ലാരും കേട്ടല്ലോ. ഒരു കല്യാണ ഡ്രസ് സാബ്ഗുരു സാബ്ഗുരു ഒരു മരണത്തിന് പെട്ടെന്നൊരു മരണം ഉണ്ടായ ഇപ്പൊ വരാം. ഒരു 10-15 മിനിറ്റ്. പെട്ടെന്നുണ്ടായ മരണം. അതെ അല്ല അത് കഴിപ്പിക്കാം. നമുക്ക് കുടുംബത്തിൽ കുറച്ച് തലമൂത്തവരുണ്ടേ. ചില മൂത്ത് നിക്കണമാരാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എനിക്ക് വന്ന് നിക്കേണ്ടി വന്നത്. എനിക്ക് വിഷമിക്കാൻ വയ്യ. ഞാൻ ഈ കല്യാണ ഡ്രസ്സിൽ ഞാൻ അതങ്ങനെ ചെയ്യില്ല. പെൺപിള്ളേരെ ചെയ്യില്ല. എന്താ സാർക്ക് കാണിക്കണേ? അരിപോലെ അരിപോലെ അരിദം ദം അരിപോലെ അരിപോലെ അരിദം ദം. നില്ലേ ഞാൻ പറട്ടെ കുട്ടി ഈ ഷർവാണിട്ട് അർവാണി എവിടാ? എനിക്ക് കല്യാണ ഡ്രസ്സിൽ കരയാൻ വയ്യ. എനിക്ക് അവനെ വേണം. ഇതൊന്ന് നടത്തി കൊടുക്കുന്നതായിരിക്കും ചന്ദ്ര. അല്ല കാര്യം ഇതുവരെ ആരും ചന്ദ്രേട്ടാന്നൊന്നും വിളിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഞാൻ പറയട്ടെ, നാളെ നമ്മുടെ തലമൂത്ത അണ്ണൻ വരും. അതെ, മൂത്തണ്ണൻ നരച്ചണ്ണൻ. അതെ, അണ്ണനായിട്ട് നമുക്കൊന്ന് കാര്യമായിട്ട് നമുക്കൊന്ന് ഒരു സംസാരിക്കാം. കുട്ടിയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ മുന്നിൽ നടത്തിയില്ലല്ലോ ഇത്. ചന്ദ്ര ഒരു വാക്ക് പറഞ്ഞാൽ നടത്തിയിരിക്കും, ഉറപ്പാ. ചന്ദ്ര ബാക്കിൽ ചുകുറു. കല്യാണ ഡ്രസ് ഒന്നിട്ടടാ. ഇന്ന് വന്നേ, നീ ഒന്ന് വന്നേ, എന്റെ അവിടെ ഒന്ന് വന്നേ. കുട്ടി വരണ്ട, നീ ഒന്ന് വന്നേ. ബാലം വാ. അല്ല നീ ഡ്രസ് നീ ഒന്ന് പെടുത്ത. ഇനി ഒന്ന് ഞാൻ ഒന്ന് കാണട്ടെ. അല്ല നീ ഒന്ന് പെടുക്ക, ഞാൻ ഒന്ന് കാണട്ടെ. ഇവൻ ഇരുന്നല്ലേ പെടുക്കുന്ന. എടാ അവിടെ കെട്ടാച്ചരക്കായിട്ട് വാസോണ്ടനും ഞാനൊക്കെ ഇങ്ങനെ പൊര നിറഞ്ഞ് കുടുംബം നിറഞ്ഞിങ്ങനെ നിക്കുമ്പോ നീയൊക്കെ വന്ന് കെട്ടണാ. ഇപ്പൊ നീ
എന്നെ ഊപിച്ചതാ ചന്ദ്ര ഇതേ കൂടെ ഇന്ന് ബാക്കി ഇരുന്നേ എന്റെ റൈറ്റ് എടാ ശർവാണിട്ട് അർവാണികളെ ഒരു വാക്ക് നിനക്ക് നമ്മളടുത്ത് പറയായിരുന്നില്ലടാ. ഞാൻ ചന്ദ്ര ഇപ്പൊ ജുഗുർ പറഞ്ഞ് നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ലെന്ന്. എടാ ജുഗ്രു നീയല്ലേടാ പറഞ്ഞെ വിളിച്ചിട്ട് ആരും വന്നില്ലെന്ന്? ഇത് നമുക്ക് അവളുടെ പേരെന്താ? ആ സാധനം പോലും മുളച്ചില്ല അവൻ. അവൻ പിടിച്ചതുണ്ടോ? രണ്ട് വിരൽ വെച്ചിട്ട് എന്നെ തേച്ച ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ മാറ്റി ഇപ്പൊ രണ്ട് കൈ. അതെ ചന്ദ്ര നാളെ ഒരു മിനിറ്റ് നാളെ പെൺവീട്ടുകാരും പയ്യന്റെ വീട്ടുകാരായിട്ടും സംസാരിക്കാം. എന്നിട്ട് നാളെ വാസന വരും, നാളെ എണ്ണം വരും. ചന്ദ്ര കല്യാണം മുടക്കാൻ ഈ കൊട്ടേഷൻ എന്നിട്ട് അവിടെ ഇട്ട് എന്നെ തേച്ചു എല്ലാരും കൂടെ. ആദ്യം നിങ്ങളെ ദേഹത്ത് കുറച്ച് ദശ വളരട്ടെ ആദ്യം. പിന്നല്ലാതെ സാമാനം പോലും ഇല്ല ചന്ദ്ര. പക്ഷെ ഒരു വാനം കൂർത്തിരിപ്പുണ്ടോ? കൂർത്ത് ബാക്കിൽ അണ്ടി വളർത്തിക്കും. അവതാറില്ല, അവതാറാണ് കേട്ടോ, അവതാർ മറ്റേ ബാക്കിൽ വാലുച്ച്. അല്ല കുഴപ്പമില്ല. ഇല്ല വേറെ പ്രശ്നമില്ല. അല്ല സ്കെൽറ്റിന്റെ പ്രശ്നം എന്തിനാണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ജുഗ്രു ഒന്നാണ് ബാൻഡ് ഉരിപ്പിച്ചെങ്കിലും ചെയ്യാറുണ്ട്. ഇവിടെ നിന്നാണ്. അതെ കുട്ടി, നിങ്ങളുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലായി. നമ്മള് ഇതിലും വമ്പൻ രീതിയിൽ നിങ്ങളുടെ കല്യാണം നമ്മൾ നടത്തി തരും. പക്ഷെ ഇതൊന്ന് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടേ, കുടുംബത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. നാളെ കുട്ടി ഉണ്ടാവോ സിറ്റിയില്? ആ അപ്പൊ കുട്ടിയുടെ ഫാമിലി ഉണ്ടാവും സിറ്റിയില്? അച്ഛനമ്മയൊക്കെ ഉണ്ട്. പുറത്താണോ? ചേട്ടന്മാർ? അപ്പൊ ചേട്ടന്മാരൊക്കെ ഫാമിലി എന്തിലാണോ? അതെ അതെ BC ആണോ? ഓക്കെ. അപ്പൊ ആ ഫാമിലി ആയിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല നമുക്ക് നാളെ കഴിഞ്ഞിട്ട് അതല്ലേ ശരിയായ. അല്ല ജുഗ്രുവിന് കെട്ടണ. ജുഗ്രുവിന് ഇപ്പൊ പറഞ്ഞ ജുഗ്രു വന്നടാ. ശരിക്കും ജുഗ്രുവിന്റെ ഉദ്ദേശം എന്താണെന്ന് ജുഗ്രു പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ മനസ്സമ്മതം നടത്തടാ. അതെ അവന് ഇന്ന് മനസ്സമ്മതം നടത്തണ്ടെന്ന് കൂട്ടി. അപ്പൊ അവന് പിന്നെ അല്ല നമുക്ക് നാളെ കഴിഞ്ഞ് മനസ്സമ്മതം നടത്താം. അല്ല നാളെ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫാമിലിയിൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ജാതകമൊക്കെ നോക്കുന്ന, അങ്ങനത്തെ കുറച്ച് പഴയ ആൾക്കാരാണ്. നമ്മൾ അവര് തീരുമാനത്തിനായി വിട്ടു കൊടുക്കണം. ഈ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനെ. പെട്ടെന്ന് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിറങ്ങിയത് സ്നൈപ്പ് അറവാണി അല്ല ശർവാണി ട്ടോ. അവന് നിന്റെ കല്യാണമൊന്നും അല്ലല്ലോ ഇത്ര ധൃതിനക്ക്. വിഷമൊന്നും വിചാരിക്കാം, നമുക്ക് എല്ലാം ശരിയാക്കാം. അതെ എല്ലാത്തിനും അതിന്റേതായ സമയം. ചന്ദ്രു വാക്ക് പറഞ്ഞതാ, മനസ്സിലായില്ലേ? അങ്ങനെ എത്ര ഉള്ളു ഇതിന്റെ ഇത് മൊത്തം ചന്ദ്രന്റെ നല്ലല്ലോ ടയലില് ചന്ദ്രു. ആശാ അതെ ഞാൻ കാര്യം പെട്ടാ, ഒന്നും അല്ലെങ്കിൽ സിറ്റിയിൽ ഉയരോടെ ഒരുത്ത ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർക്കായിരുന്നു. കീരിയുടെ കാര്യം അല്ല, അതാണ് പറഞ്ഞ അവന്റെ കാര്യം നിങ്ങൾക്ക് ഓർക്കായിരുന്നു. അവനെ കെട്ട എത്ര വയസ്സായെന്നറിയാവോ അവന്? ചന്ദ്ര അതെങ്ങനാ ചന്ദ്ര? ആഴ്ചക്ക് ബോധം പോത്തില്ലേ? ഇപ്പൊ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാനാ? ഒരു മാസം ബോധമില്ല നടന്ന ഓർത്തിന്റെ അത്ര വരത്തില്ലല്ലോ. ഇല്ല നടത്തില്ല കീരി നടത്തില്ലടാ. അപ്പൊ നാളെ സംസാരിക്കാം. ഇത് നടത്തുന്നത് അല്ല, മനസ്സമ്മതം വാങ്ങിയ ഇട്ടാ റിംഗ് ഒന്ന് ഊരിയെടുക്കാവോ? ചന്ദ്രു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ആ റിംഗ് ഒന്ന് ഊരി ആണോ? ഓ ഓക്കെ. അപ്പൊ ഓക്കെ.
വരച്ചതിന്റെ ആരാ കല്യാണം വെന്നിയുണ്ട് സത്യം വെന്നിയുണ്ട്. എടാ പോണ വള്ളി മറ്റേ ഇത് മറ്റേ ആ നമസ്കാരം സാർ. ചന്ദ്ര സാറേ നീ ബ്രൗണോ? ആ സാറേ കല്യാണത്തിന് നിങ്ങൾ ഇങ്ങനെ സാറേ ഒന്ന് ആലോചിച്ച് ചന്ദ്രു ഇങ്ങനെ കല്യാണത്തിന് വന്നാ എങ്ങനെ ഇരിക്കും സാറേ ഈ വയസ്സാകാത്ത പിള്ളേരെ ഒരു കല്യാണത്തിന് സാറൊന്നും ഉപദേശിക്കുന്നില്ല അവരടുത്ത് പ്രായത്തെ ഇങ്ങനെ കല്യാണമൊക്കെ പ്രായമൊക്കെ ആയവർക്ക് സാറേ അവർക്ക് പ്രായമൊന്നുമല്ല സാറേ ഇതേ ജുഗ്രു ഒക്കെ ഇപ്പം സത്യം 18 കടക്കാൻ പോണേ ഉള്ളൂ. തിരുത്തിയതാണോ? തിരുത്തിയ കള്ളസെറ്റ് സാറേ. നമ്മള് നാളെ ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒന്ന് ഡീൽ ചെയ്യാന്ന് വിചാരിച്ച്. ഓക്കെ അങ്ങോട്ട് വന്നാൽ മതി എല്ലാം സംസാരിച്ചിട്ട് എടാ അപ്പൊ നിങ്ങള് ഡീൽ ചെയ്തൊന്ന് ഡീൽ ചെയ്യ് കേട്ടാ. ഞങ്ങളങ്ങോട്ട് പോയിട്ടാ ഞാനും സാർക്കോട് സാബുവിന്റെ പരിപാടിക്ക് പോയിട്ടാ. ആ സാബുവിന്റെ പരിപാടിക്ക് പറഞ്ഞ കോച്ച്. ആ ഇന്ന് ഇപ്പൊ സാർ പോട്ടെ. ജോലി എടുക്കാതെ ഇവിടെ വന്ന് ആ കോച്ച് എൻജോയ്. ആ എൻജോയ് കോച്ച്. അത് അപ്പുറം ചന്ദ്ര ഇതെല്ലാം ഒരു ദിവസം വന്നാ ഇങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ എന്നെ കല്യാണം നമ്മൾ വന്ന വണ്ടി ഇവിടെ ആ വണ്ടി ആരാ കണ്ട കല്യാണത്തിന് പോലീസിന് എസ്കോർട്ട് ഒക്കെ ഉണ്ട്. ചുമ്മാ അല്ല ബാങ്കിൽ വരാഞ്ഞ് എടാ സ്നൈപ്പേ നമ്മളെ അവന്റെ കല്യാണം കൊണ്ട് എടുത്തിട്ടുണ്ടേ. അതെ അവന്റെ കല്യാണം കൊണ്ട് ഇപ്പോഴത്തേക്കൊന്നും എടുത്തിട്ടുണ്ടേ. നാളെ സംസാരിക്കാം. അതാണ് അതിന്റെ രുചിത. അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാം എല്ലാവരുടെയും. ഒരു അനാഥരല്ലേ നിൽക്കുന്നത്? എടാ പെൺകൊച്ചിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്നെ ചേട്ടാന്ന് വിളിച്ചപ്പോണ്ടല്ലോടാ എന്റെ പകുതി ചന്ദ്രനെ കെട്ടണോന്ന് പിന്നെ പറഞ്ഞു ആരെങ്കിലും മതി എന്ന് പറഞ്ഞു. പിന്നെ അതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞു അവനൊക്കെ ജീവനാണ്. പെട്രോളോ അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കണം. അവന് തലക്കടിച്ചിട്ട് അവരെല്ലാം മേടിക്കാം. ഇങ്ങോട്ട് പോടാ നിന്റെ അച്ഛനല്ലേ അത്. നിങ്ങളുടെ തന്നെ എന്തോ പരിപാടിയല്ലേ ഇത്? ഇന്നല്ലേ ചന്ദ്ര ഇന്നല്ലെന്ന് പരിപാടി. സാബുരിന്റെ ഇന്നാണല്ലോ അനൗൺസ്മെന്റ് ഇട്ടല്ലേ? അനൗൺസ്മെന്റ് ഇട്ടില്ലേ? ആ ഇട്ടിട്ട്